അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അവിടെയാണ് വിഴിഞ്ഞം. രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത്, അവരുടെ സൈനിക കേന്ദ്രം. പിന്നീട് വിഴിഞ്ഞം ചോള രാജാക്കന്മാരിൽ രാജരാജ ചോളന്റെ കൈവശമെത്തി. അക്കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ പ്രമുഖമായ വാണിജ്യ കേന്ദ്രം തുറക്കുവാൻ ഇതുപോലുള്ളൊരു തുറമുഖം അവർക്ക് അവിഭാജ്യ ഘടകമായി. രാജരാജ ചോളന്റെ രാജ്യമായപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിനൊരു പേരും രാജേന്ദ്ര ചോള പട്ടണം. പിന്നീട് പാണ്ഡ്യരാജാക്കന്മാരുടെയും വേണാടിന്റെയും ഒടുവിൽ തിരുവിതാംകൂറിന്റെയും ഒക്കെ ഭാഗമായിരുന്നു വിഴിഞ്ഞം. ഇന്ന് കേരളത്തിന്റെ, ഇന്ത്യയുടെ വികസന കവാടമാണ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തുറമുഖമാകാൻ പോകുന്ന, തുറമുഖ പട്ടണമാകാൻ പോകുന്ന വിഴിഞ്ഞത്തിന്റെ കഥയിലേക്കാണ് ഈ കപ്പൽ യാത്ര. സ്വാഗതം. എനിക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മദർഷിപ്പ് നിങ്ങൾക്ക് കാണാം. പടുകൂറ്റൻ ക്രെയിനുകളുമായി പോകുന്ന ഈ മദർഷിപ്പാണ് ആദ്യം വിഴിഞ്ഞത്തെ ഈ തുറമുഖത്തേക്ക് എത്തുന്നത്. മദർഷിപ്പിനും മദർപോർട്ടിൻ്റെയും ചില പ്രത്യേകതകളുണ്ട്, ഞാനിത് പറയാം, കേൾക്കൂ. ഇന്ത്യക്ക് 7516.6 കിലോമീറ്റർ തീരദേശമുണ്ട്. താരതമ്യേന വലിയ തീരദേശം എന്നർത്ഥം. 200 ചെറുതും വലുതുമായ തുറമുഖങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മദർപോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് മുംബൈയിലും പിന്നീട് ഗുജറാത്തിലും 2 മദർപോർട്ടുകൾ ഉണ്ടാവും. മദർപോർട്ട് എന്നാൽ എന്താണ്? മദർപോർട്ട് എന്നാൽ 20,000 TEU അഥവാ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ടൺ വരെ വഹിക്കാൻ കഴിയുന്ന കൂറ്റൻ ചരക്ക് കപ്പലുകളെയാണ് മദർഷിപ്പുകൾ എന്ന് പറയുന്നത്. ആ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന തുറമുഖമാണ് മദർപോർട്ട്. ഒരു TEU എന്ന് പറഞ്ഞാൽ 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നർത്ഥം. 20 ഫുട്ട് 20 അടി നീളവും ഒപ്പം 8 അടി വീതിയും 8 അടി ഉയരവുമുള്ള കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന ഷിപ്പുകൾ. ആ മദർഷിപ്പുകളെയാണ് ഈ മദർപോർട്ടിൽ അടുപ്പിക്കാൻ കഴിയുക. മറ്റു വാഹനങ്ങൾ വഹിക്കാനും അവയുടെ ഗതാഗതം സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന പടുകൂറ്റൻ ഷിപ്പുകളാണ് ഈ മദർഷിപ്പുകൾ. ഇന്ത്യയുടെ തുറമുഖങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറാൻ പോകുന്നത് വിഴിഞ്ഞം 3ാമത്തെ മദർപോർട്ടാണ് എന്നതുകൊണ്ടാണ്. 13 പ്രധാന തുറമുഖങ്ങളുണ്ട് നമുക്ക്. 205 ചെറുകിട തുറമുഖങ്ങളുമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം നിയന്ത്രണത്തിൽ ഏറ്റവും എളുപ്പം നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു മദർപോർട്ടായി മാറാൻ പോവുകയാണ് വിഴിഞ്ഞം. തീരക്കടലിന് 18 മീറ്ററോളം ആഴമുണ്ടെങ്കിലേ വലിയ മദർ വെസലുകളെ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ സാധിക്കും. മുംബൈയിൽ ജവഹർലാൽ നെഹ്റു പോർട്ടുണ്ട്. മുദ്രയിൽ നമുക്ക് ഒരു പോർട്ടുണ്ട് ഗുജറാത്തിൽ. ഇപ്പോൾ ഇതാ വിഴിഞ്ഞത്തും. കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സലാല എന്നീ സ്ഥലങ്ങളിലൂടെയുള്ള ട്രാൻസ്ഷിപ്പ് ഹബ്ബുകൾ വഴിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ചരക്ക് നീക്കം പ്രധാനമായും നടക്കുന്നത്. കൊളംബോയിൽ മാത്രം 43% കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറുകപ്പലുകൾ ഈ തുറമുഖങ്ങളിലെത്തി പുറം രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകൾ ഇറക്കിയും ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ കയറ്റിയുമാണ് ഈ ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത്. ട്രാൻസ്ഷിപ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മദർ കപ്പലുകൾ എത്തി മദർ തുറമുഖങ്ങളിൽ, മദർ പോർട്ടുകളിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും കണ്ടെയ്നറുകൾ ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റും. ആ ചെറിയ ഷിപ്പുകൾ പോകുന്നു, ഫീഡർ ഷിപ്പുകളിലേക്ക് കയറ്റി ഫീഡർ ഷിപ്പുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇനി വിഴിഞ്ഞത്തേക്ക് നേരിട്ട് മദർ പോർട്ടിലേക്ക് മദർ ഷിപ്പുകൾ എടുക്കാൻ തുടങ്ങിയാൽ ട്രാൻസ്ഷിപ്മെന്റ് ഇനി നമുക്ക് ആവശ്യമില്ല മറ്റു തുറമുഖങ്ങളിൽ. പകരം ഇന്ത്യയിലേക്കുള്ള ചരക്കു നീക്കം പൂർണ്ണമായും നമുക്ക് വിഴിഞ്ഞം വരെ ആക്കാൻ സാധിക്കും എന്നർത്ഥം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. 4 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന ഇന്ത്യയുടെ അഭിമാനകരമായ മദർ പോർട്ട് എങ്ങനെയുണ്ടാകും? റിപ്പോർട്ടറിന്റെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കുന്നു. 4 ഘട്ടങ്ങളും പൂർത്തിയാക്കിയാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എങ്ങനെയിരിക്കും കാണും.
16.5 മീറ്റർ ആഴമുള്ള വിശാഖപട്ടണം തുറമുഖമാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖം. ഈ ആകാശക്കാഴ്ചയിൽ കാണാം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിശാലത. 24 മീറ്ററോളം സ്വാഭാവിക ആഴം ലഭിക്കുന്നതാണ് വിഴിഞ്ഞത്തെ ആകർഷകമാക്കുന്നത്. ആയതിനാൽ ഡ്രഡ്ജിംഗ് വിഴിഞ്ഞത്ത് ആവശ്യമില്ല എന്നർത്ഥം. എന്താണ് ഡ്രഡ്ജിംഗ്? ഈ കടലിൽ കാണുന്ന ഈ ആഴമേറിയ കപ്പൽച്ചാലിൽ ചിലപ്പോൾ മണലോ മറ്റ് ചെളിയോ കളയോ ഒക്കെ വന്ന് അടിയാം. അവയെ മാറ്റുന്ന പ്രക്രിയയുടെ പേരാണ് ഡ്രഡ്ജിംഗ്. കൊച്ചി തുറമുഖത്ത് മാത്രം ഡ്രഡ്ജിങ്ങിന് വേണ്ടി പ്രതിവർഷം 3 കോടി രൂപ ചിലവാക്കുന്നുണ്ട് എന്നതറിയണം. അപ്പോഴാണ് വിഴിഞ്ഞത്ത് ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. അതൊരു സ്വാഭാവികമായ മദർ പോർട്ടാണ്. കൊളംബോ, സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സലാല ഈ തുറമുഖങ്ങളിലായിരുന്നു നമ്മൾ ഇതുവരെയും ട്രാൻസ്ഷിപ്പുകൾ ചെയ്തതെങ്കിൽ ഇനി നമ്മുടെ രാജ്യത്തിന് ട്രാൻസ്ഷിപ്പ് ചെയ്യാൻ മറ്റൊരു രാജ്യത്തിൻ്റെയും മദർ പോർട്ടിനെ ആശ്രയിക്കേണ്ടതില്ല. കൊളംബോ മാത്രം 43% ട്രാൻസ്ഷിപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കണം. ചെറുകപ്പലുകൾ ഈ തുറമുഖങ്ങളിലേക്ക് എത്തുകയും അഥവാ ഫീഡർ കപ്പലുകൾ, മദർ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ഫീഡർ കപ്പലുകളിലേക്ക് മാറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ട്രാൻസ്ഷിപ്മെൻറ്റ്. വിഴിഞ്ഞം ഒരുപക്ഷെ ഇന്ത്യയിലെ മുംബൈക്കും മുന്ദ്രി പോർട്ടിനോടും ഒപ്പം നിൽക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ അതുക്കും മേലെ നിൽക്കാൻ കഴിയുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിത്തീരും. കാരണം വിഴിഞ്ഞം സ്വാഭാവികമായ ആഴമുള്ള ഒരു മദർ പോർട്ടാണ് എന്നർത്ഥം. ഈ കാഴ്ചകൾ നമ്മളോടത് പറയും. ആ വിശാലതയിൽ നമ്മൾ കാണുന്ന ഈ തുറമുഖത്തിൻ്റെ വിവിധയിടങ്ങളിലെ കണ്ടെയ്നറുകൾ, ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, ഇവയുടെയൊക്കെ എണ്ണം പ്രേക്ഷകർ അറിയണം. ഒരുപക്ഷെ മറ്റൊരു തുറമുഖത്തിലും ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത സൗകര്യങ്ങൾ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ കിടക്കുന്ന വിഴിഞ്ഞത്തുണ്ട് എന്നതാണ് പ്രത്യേകത. മാത്രവുമല്ല, വിഴിഞ്ഞത്തെ ഈ പോർട്ടിൽ നിന്നും 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവനന്തപുരം നഗരമാവും. തിരുവനന്തപുരം നഗരത്തെ വിഴിഞ്ഞവുമായി കണക്ട് ചെയ്യാൻ 4 ലൈൻ ഹൈവേ, ഒപ്പം റെയിൽ പദ്ധതികൾ. 2018 ഒപ്പിട്ട ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അഥവാ വിസിലിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കണ്ടെയ്നർ ബർത്ത് ഡെക്ക് സ്ലാബ്, കോൺക്രീറ്റിംഗ് റോക്ക് ബണ്ട് എന്നിവയുടെ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ കപ്പൽ സ്വീകരിക്കുന്നതിനുള്ള 800 മീറ്ററിൽ 274 മീറ്റർ ഡെക്ക് സ്ലാബ് കോൺക്രീറ്റിംഗ് ഇതിനകം പൂർത്തിയായി. 800 മീറ്ററിൽ ഏകദേശം 400 മീറ്റർ റോക്ക് ബണ്ട് പണിയും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നർ അപ്രോച്ച് ചാനലിൻ്റെയും ഷിപ്പ് ട്രെയിനിങ് സർക്കിളിൻ്റെയും ഡ്രഡ്ജിംഗ് വികസിത ഘട്ടത്തിലുമാണ്. 56 ഹെക്ടറിൽ 48.613 ഹെക്ടർ നമ്മൾ തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടെയ്നർ യാർഡ് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. തുറമുഖ പ്രവർത്തനത്തിൻ്റെ കെട്ടിടം ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. GI സബ്സ്റ്റേഷൻ കെട്ടിടം, തുറമുഖ സബ്സ്റ്റേഷൻ കെട്ടിടം, ഗേറ്റ് കോംപ്ലക്സ്, സെക്യൂരിറ്റി ബിൽഡിംഗ് ഇവയെല്ലാം പൂർത്തിയാക്കി കേരള സർക്കാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. 13 കെട്ടിടങ്ങളിൽ 5 കെട്ടിടങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. 8 കെട്ടിടങ്ങൾ ഫിനിഷിംഗ് ഘട്ടത്തിലുമാണ്. അഗ്നിശമന പ്രവർത്തനങ്ങൾ, ട്രെയിനുകൾ, ക്രെയിൻ, ബീമുകൾ, അതിർത്തി ഭിത്തിയുടെ പണികൾ തുടങ്ങിയവ പുരോഗമിക്കുന്നു. 220 kV, 33 kV മെയിൻ സബ്സ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കമ്മീഷൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 33 kV, 11 kV പോർട്ട് സബ്സ്റ്റേഷൻ പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തു. റിംഗ് മെയിൻ യൂണിറ്റുകൾ 2 എണ്ണവും ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നേരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ ഉള്ളിലേക്ക് പോകാം. അവിടെയുമുണ്ട് കാഴ്ച കാണാം. ന്യൂയോർക്കിലാണെങ്കിലും സതാംപ്ടൺ, സിംഗപ്പൂർ, ദുബായ്, കൊളംബോ, ഹോങ്കോങ് ഈ പോർട്ടുകളിലെല്ലാം ഡ്രഡ്ജിംഗ് ആവശ്യമാണ്. എന്നാൽ 24 മീറ്റർ സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞത്ത് ഡ്രഡ്ജിംഗ് ആവശ്യമില്ല എന്നതാണ് അന്തർദേശീയ സമൂഹത്തിൻ്റെ കണ്ണ് വിഴിഞ്ഞത്ത് പതിയാനുള്ള കാരണം. വിഴിഞ്ഞത്തെ വികസിപ്പിച്ചാൽ ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പനാമാക്സ് ക്ലാസും ഫ്യൂച്ചറിസ്റ്റിക് കപ്പലുകളും വരെ ഈ വിഴിഞ്ഞം സീപോർട്ടിന് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നതാണ്. ആധുനിക തുറമുഖങ്ങളുടെ ഭൗതികവും ഹൈഡ്രോഗ്രാഫിക്കൽ പാരാമീറ്ററുകളും വിഴിഞ്ഞം തൃപ്തിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖം നഗരപരിധിയിൽ നിന്ന് അകലെയുള്ള ഒരു ഗ്രീൻഫീൽഡ് പ്രോജക്റ്റാണ്. കേവലം 17 കിലോമീറ്റർ മാത്രം അകലെ.
പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറച്ചുകൊണ്ട് തുറമുഖത്തിൻ്റെ വികസന മുഖമാകാൻ കഴിയും എന്നർത്ഥം. നിലവിൽ ഇന്ത്യയുടെ തുറമുഖ ശേഷി എന്ന് പറയുന്നത്, സാധാരണ തുറമുഖ ശേഷി നമ്മൾ അളക്കുന്നത് TEU എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, 20 ഈക്വൽ ഫീറ്റ്. 12 പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങളുള്ള ഇന്ത്യയുടെ തുറമുഖ ശേഷി ചൈനയുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ കുറവാണ്. ചൈനയുടേത് 50 ദശലക്ഷം TEU ആണ്. എന്നാൽ അത് ഇന്ത്യയുടേത് പ്രതിവർഷം 4.61 ദശലക്ഷം TEU മാത്രമാണ്. വിഴിഞ്ഞത്തിന് മാത്രമാണ് പ്രതിവർഷം 4.1 ദശലക്ഷം TEU ശേഷിയുണ്ടാവും എന്നുള്ളിടത്താണ് നമ്മളുടെ തുറമുഖമുണ്ടാക്കാൻ പോകുന്ന മാറ്റത്തിൻ്റെ പ്രശ്നം. സേതുസമുദ്രം പദ്ധതി ഇന്ത്യൻ ചരക്കുകളുടെ അന്തർതീരദേശ നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിഴിഞ്ഞത്ത് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി ഉയർത്തുകയും ചെയ്യും. ഫീഡർ കപ്പലുകൾ വരുന്നു, വലിയ കപ്പലുകളിലേക്ക് ചരക്ക് നീക്കുന്നു, വലിയ കപ്പലുകൾ അഥവാ മദർഷിപ്പുകളിൽ നിന്ന് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അവ കൊണ്ടെത്തിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതോടെ കൊല്ലത്ത് തുറമുഖിൻ്റെ ഡ്രൈഡോക്കിന് സാധ്യതകൾ ഏറെയുണ്ട്. അതായത് വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾ കൊല്ലത്തെത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യാം. അങ്ങനെ വിഴിഞ്ഞം മുതൽ കൊല്ലം വരെയുള്ള തീരമേഖലയുടെ വികസനം സാധ്യമാവുന്നു എന്നർത്ഥം. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ അറ്റകുറ്റപ്പണിക്കായി എത്തുന്ന കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നതും കൊച്ചിയുടെ പ്രതീക്ഷ കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്രെയിനുകളാണ് വിഴിഞ്ഞത്തെ സൂപ്പർ സ്റ്റാർ ഇൻഫ്രാസ്ട്രക്ചർ അട്രാക്ഷൻ. 8 സൂപ്പർ പോസ്റ്റ് പാനാമാക്സ് ക്രെയിനുകൾ, 24 എണ്ണം പറഞ്ഞ കാൻറ്റിലിവർ റെയിൻ മൗണ്ടഡ് ഗാൻട്രി ക്രെയിനുകൾ, മൊത്തം 32 എണ്ണം. ഓരോ ക്രെയിനും 100 മീറ്റർ ഉയരവും 75 മീറ്റർ നീളവും 1600 ടൺ ഭാരവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിലെ അവസാനത്തെ ഭാരം കൂടിയ കണ്ടെയ്നറും ഇറക്കി വയ്ക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ ക്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനിയായ ഷാങ്ഹായ് സിൻഷ്വ ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അഥവാ ZPMC. കണ്ടെയ്നർ ക്രെയിൻ നിർമ്മാണ രംഗത്തെ അതികായന്മാരുമായ ZPMCയുമായി 2018 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നിർമ്മാണ കരാർ ഒപ്പിട്ടു. അവരാണ് ആദ്യത്തെ മദർഷിപ്പിലൂടെ ഈ 32 ക്രെയിനുകളും നമുക്ക് നൽകുന്നത്. വലിയ ഒരു ചരിത്രമുണ്ട് ഈ വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡിൽ. തിരുവിതാംകൂർ ദിവാൻ രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞത്ത് തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ഈ തുറമുഖം പദ്ധതിയുടെ മോഡൽ ഏകദേശം 25 വർഷം മുമ്പാണ് വിഭാവനം ചെയ്തത്. ആദ്യം ടെൻഡർ നേടിയ ചൈനീസ് കമ്പനിക്കും ലാങ്കോ ഗ്രൂപ്പിനും വിവിധ സാഹചര്യങ്ങളിൽ പല സമ്മർദ്ദങ്ങളിൽ പിൻവാങ്ങേണ്ടി വന്നു. 2015 കേരള സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുടെ ടെൻഡർ അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. 2015 ഓഗസ്റ്റ് 17 പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന സമയത്ത് 1000 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. 2015 ഡിസംബർ 5 അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പദ്ധതിക്ക് അന്ന് കണക്കാക്കിയ ആകെ ചെലവ് 8505 കോടി രൂപയാണ്. ഇതിൽ 57% വഹിക്കേണ്ടത് സംസ്ഥാനമാണ്, 11% കേന്ദ്രം. വയബിലിറ്റി ഗ്യാപ്പിലൂടെ 32% അദാനി. അതായിരുന്നു കണക്ക്. എനിക്ക് പിന്നിലുള്ള ഈ മദർഷിപ്പുകളിൽ നിന്ന് കണ്ടെയ്നർ ഫീഡർ ഷിപ്പുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. നേരിട്ട് തന്നെ ഈ മദർഷിപ്പുകളിൽ നിന്ന് ക്രെയിൻ വഴി കണ്ടെയ്നറുകൾ ട്രക്കുകളിലേക്ക് മാറ്റാം. ട്രക്കുകളിൽ നിന്ന് ദേശീയപാതയിലേക്ക് പോയി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. മൊത്തമുള്ള 8505 കോടിയിൽ 4600 കോടി രൂപയും മുടക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അദാനി ഗ്രൂപ്പിൻ്റെ വിഹിതം 3087 കോടി രൂപയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലാഭക്ഷമതാ ഘടകമായ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് വഴി ലഭിക്കുക 818 കോടി രൂപയാണ്. അത് കേന്ദ്രത്തിന്. ഭൂമി, റോഡ്, റെയിൽവേ, വൈദ്യുതി, കുടിവെള്ളം ഇവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടത് 1801 കോടി രൂപയാണ്. ലൈസൻസിംഗ് വ്യവസ്ഥയിൽ 40 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനാണ് തുറമുഖത്തിൻ്റെ നടത്തിപ്പിന് അധികാരമുള്ളത്. എന്നാൽ ലാൻഡ് പൂർണ്ണമായും സർക്കാരിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും.
യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാർ പ്രോജക്റ്റാണ്, ഇതൊരു സ്വകാര്യ പ്രോജക്റ്റ് അല്ല. ഒരു BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് തന്നെ 40 വർഷത്തിന് ശേഷം കൈമാറുന്ന പദ്ധതി. രണ്ടാം ഘട്ട പ്രവർത്തനം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടത്തുകയാണെങ്കിൽ 20 വർഷത്തേക്ക് അദാനി കമ്പനിക്ക് നടത്തിപ്പധികാരം നീട്ടി നൽകും. ഈ നടത്തിപ്പിൻ്റെ 15 വർഷം മുതൽ വരുമാന വിഹിതത്തിൽ നിന്ന് 1% സംസ്ഥാന സർക്കാരിന് ലഭിച്ചും തുടങ്ങി. 1% തുടങ്ങി ഓരോ വർഷവും 1% വീതം വർദ്ധിച്ച് പരമാവധി 40% വരെ എത്തി. അതിനുശേഷം പൂർണ്ണമായും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് പ്രോജക്റ്റായി മാറുകയും ചെയ്തു. ഈ മദർഷിപ്പുകളിൽ നിന്നും കണ്ടെയ്നറുകൾ ട്രക്കുകളിലേക്ക് മാറ്റുമ്പോൾ അവയെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നതിന് ദേശീയപാതയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പണികളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നാഷണൽ ഹൈവേ 66, ഔട്ടർ റിംഗ് റോഡ് എന്നിവയുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന 1.7 കിലോമീറ്റർ നീളമുള്ള 4 വരി പോർട്ട് ആക്സസ് റോഡിൽ 600 മീറ്ററും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ്. ദേശീയപാതയിലേക്കും ബൈപ്പാസിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് നാഷണൽ ഹൈവേ 47 തിരുവനന്തപുരത്ത് നിന്നും കോയമ്പത്തൂർ വഴി സേലത്തേക്കും മറുവശത്ത് കന്യാകുമാരിയിലേക്കും ബന്ധിപ്പിക്കുന്നു. പോർട്ട് ആക്സസ് റോഡിൽ 2 പാലങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തുറമുഖത്തിൻ്റെ ആകെ ശേഷി മൊത്തം പണി പൂർത്തിയാകുമ്പോൾ 30 ലക്ഷം കണ്ടെയ്നറാണ് 4 ഘട്ടങ്ങൾ. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ മാത്രം 10 ലക്ഷം കണ്ടെയ്നർ ഈ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തിലേക്ക് 16 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്നാൽ ദേശീയ റെയിൽവേ ശൃംഖലയുമായി വിഴിഞ്ഞത്തിന് 13 കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ. അവിടം വരെ തീവണ്ടി എത്തിക്കാൻ വൈദ്യുതീകരിച്ച റെയിൽവേ ലൈനുകൾ സജ്ജമായി കഴിഞ്ഞു. 2 ലൈവ് 3 സർവീസസ് ലൈനുകളാണ് നമുക്കുള്ളത്. 3 ഘട്ടങ്ങളിലായി 1, 2, 3 ഓരോ സർവീസ് ലൈൻ വീതമാണ് പുരോഗമിക്കുന്നത്. ഘട്ടം 1, ഘട്ടം 2 എന്നിവയിൽ റീച്ച് സ്റ്റാക്കറുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ RTG അല്ലെങ്കിൽ റെയിൽ മൗണ്ടഡ് ഗാൻട്രിയായി നവീകരിക്കുന്നതാണ്. റെയിൽ യാർഡിന് കിഴക്കും ഗേറ്റ് സമുച്ചയത്തിന് വടക്കുമുള്ള താൽക്കാലിക വിപുലീകരണ സ്ഥലവും ഭാവിയിൽ ബങ്കർ ഇന്ധന സംഭരണത്തിനായി ഉപയോഗിക്കാനും സാധിക്കും. തുറമുഖത്ത് ലിക്വിഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ റെയിൽ യാർഡിൻ്റെ സാമീപ്യവും പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരം ഇവിടെ നിന്നും 17 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ഈ ദേശീയ റെയിൽവേ ശൃംഖല 13 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഈ ദേശീയ റെയിൽവേ ശൃംഖലയിലേക്കുള്ള നമ്മളുടെ ഈ റെയിൽവേ കണക്ട് വൈദ്യുതീകരിച്ച റെയിൽവേ ലൈനുകൾ വഴിയാണ്. 2 ലൈവ് 3 സർവീസ് ലൈനുകൾ നമുക്കുണ്ട്. 3 ഘട്ടങ്ങളിലായി ഇവയിൽ ഓരോ സർവീസ് ലൈൻ വീതം വികസിപ്പിക്കും. ഘട്ടം 1, ഘട്ടം 2 എന്നിവയിൽ റീച്ച് സ്റ്റാക്കറുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. RTG അല്ലെങ്കിൽ റെയിൽ മൗണ്ടഡ് ഗാൻട്രിയായി നവീകരിക്കാവുന്നതാണ്. റെയിൽ യാർഡിന് കിഴക്കും ഗേറ്റ് സമുച്ചയത്തിന് വടക്കുമുള്ള താൽക്കാലിക വിപുലീകരണ സ്ഥലവും ഭാവിയിൽ ബങ്കർ ഇന്ധന സംഭരണത്തിനായി ഉപയോഗിക്കാം. തുറമുഖത്ത് ലിക്വിഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ റെയിൽ യാർഡിൻ്റെ സാമീപ്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. രണ്ടായിരത്തി 2011 തന്നെ വിഴിഞ്ഞത്ത് ഒരു സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് കോസ്റ്റ് ഗാർഡ് ആവശ്യപ്പെട്ടിരുന്നു. 2012 ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടന്നൊരു ശില്പശാലയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. വിഴിഞ്ഞം ഹാർബറിനുള്ളിൽ ഡോക്കിംഗ് സൗകര്യം ഇന്നത്തെ ഉയർന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. മേഖലയിൽ കാര്യക്ഷമമായ തീരസുരക്ഷയ്ക്ക് വിഴിഞ്ഞം തുറമുഖത്ത് ഒരു സ്റ്റേഷൻ സ്ഥാപിക്കാനും കോസ്റ്റ് ഗാർഡ് പദ്ധതിയിടുന്നു. തെക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ആശയവിനിമയത്തിൻ്റെ കടൽപ്പാതകളുടെ നിരീക്ഷണം ഇതോടെ സാധ്യമാണ്. മറൈൻ പോലീസിന് മെച്ചപ്പെട്ട പരിശീലനം നൽകാനും ഇത് സഹായിക്കും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയ്ക്കും ചിറകുമുളയ്ക്കും. അങ്ങനെ ഈ മനോഹരമായ കടൽ തീരത്തിൻ്റെ സായാഹ്ന സൗന്ദര്യം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തും.
പ്രത്യേകിച്ചും ഞാൻ നിൽക്കുന്നത് പോലെയുള്ള ക്രൂയിസ് ഷിപ്പുകൾ, വലിയ വലിയ ക്രൂയിസ് ഷിപ്പുകൾ, അവധിക്കാലം ആഘോഷിക്കാൻ ഉപയോഗിക്കുന്ന വലിയ യാത്രാ കപ്പലുകൾ, അവ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഒഴുകിയെത്തും. അങ്ങനെ തീരത്തെടുക്കുന്ന വിനോദസഞ്ചാരികളെ കൊണ്ട് നമ്മളുടെ നാട്ടിലെ വിനോദസഞ്ചാരത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. GDP-യിൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ സംഭാവന 2021 $178 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2028 ആകുമ്പോഴേക്കും $512 ബില്യൺ ഉയരും. GDP-യിലേക്കുള്ള നേരിട്ടുള്ള സംഭാവന 2030 വരെയുള്ള കാലയളവിൽ 7 മുതൽ 9% വരെ വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തും. 2030ഓടെ ടൂറിസം വ്യവസായം 53 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സേവന നിലവാരം ഉയരും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ് തുറമുഖം ISPS സർട്ടിഫിക്കേഷനുമായി വരുന്നതോടെ ഏറ്റവും ആധുനികമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ആകർഷിക്കാനാകും. തിരുവനന്തപുരം വിമാനത്താവളവുമായി അടുത്തുള്ള ഈ അകലം തീർച്ചയായും നമ്മുടെ ടൂറിസം സാധ്യതകളെ വർദ്ധിപ്പിക്കും. അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള ഈ തെക്കൻ തീരത്തെ വിഴിഞ്ഞം തുറമുഖം ഒരു സ്ട്രാറ്റജിക്കലി സിഗ്നിഫിക്കൻ്റായ പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേവിയും സ്വാഭാവികമായി താല്പര്യം പ്രകടിപ്പിച്ചു ഈ തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു നാവികസേനയുടെ താല്പര്യത്തിന്. ഒരു നേവി ബർത്തിൻ്റെയും അനുബന്ധ സംഭരണ സൗകര്യത്തിൻ്റെയും ആവശ്യകത നിർദ്ദേശിക്കുകയായിരുന്നു. ബർത്തിൻ്റെയും 25 ഏക്കർ ഭൂമിയുടെയും ആവശ്യകത വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും സംസ്ഥാന സർക്കാരും തത്വത്തിൽ അംഗീകരിച്ചു. ഇത് ലിക്വിഡ് ബർത്ത്. എണ്ണയും വാതകവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു. മറ്റു തുറമുഖ പ്രവർത്തനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ പ്രവർത്തന മേഖല നിലനിർത്തുന്ന രീതിയിലാണ് കടൽ തീരത്ത് ഈ ലിക്വിഡ് ബർത്തുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സാധാരണയായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പൈപ്പ് ലൈനുകൾ വഴി ചരക്ക് കരയിലേക്ക് പമ്പ് ചെയ്യും. ഉൽപ്പന്നങ്ങൾക്കുള്ള സംഭരണ സൗകര്യങ്ങൾ ബർത്തിൽ നിന്ന് കുറച്ചകലെ ഈ പൈപ്പ് ലൈനുകൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന കപ്പലുകൾക്ക് ബങ്കർ ഇന്ധനം ഇറക്കുമതി ചെയ്യാൻ ഇതുപയോഗിക്കും. വടക്കൻ ബ്രേക്ക് വാട്ടറിലൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈനുകൾ വഴി ബർത്ത് സ്റ്റോറേജ് ടാങ്കുകളുമായി ബന്ധിപ്പിക്കും. 280 മീറ്റർ നീളമുള്ള ബർത്തിന് മാസ്റ്ററിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇതുവഴി 60,000 DWT ലിക്വിഡ് ബൾക്ക് ടാങ്കർ ആസൂത്രണം ചെയ്ത് ബർത്ത് ചെയ്യാൻ കഴിയും. ഇന്ത്യൻ നാവികസേനയുടെ തെക്കു ഭാഗത്തും വടക്കൻ ബ്രേക്ക് വാട്ടറിന്റെ ലീ സൈഡിലുമായി ബർത്ത് സ്ഥിതി ചെയ്യും. അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ കടന്നുപോയ എത്രയോ കപ്പലുകൾക്ക് വെളിച്ചമേകിയിട്ടുണ്ട് ഈ ലൈറ്റ് ഹൗസ്. ഇന്നിപ്പോൾ ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്ന വിഴിഞ്ഞത്തേക്ക് മദർഷിപ്പുകൾ എത്തുകയാണ്. 30 ലക്ഷം കണ്ടെയ്നർ വരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന തുറമുഖമായി തീരും 4 ഘട്ടവും പൂർത്തിയാക്കുന്നതോടുകൂടി ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്. അതൊരു പ്രതീക്ഷയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ. ദുബായിക്കും സിംഗപ്പൂരിനും ശ്രീലങ്കയ്ക്കും റോട്ടർഡാമിന് പോലും സാധ്യമാകാത്തത് വിഴിഞ്ഞത്തിന് സാധ്യമാകും. അത്ര സ്വാഭാവികമായൊരു മദർ പോർട്ടാണ്. 24 മീറ്റർ സ്വാഭാവിക ആഴമുള്ള ഡ്രഡ്ജിങ്ങിന്റെ ചെലവുകളില്ലാത്ത അന്താരാഷ്ട്ര കപ്പൽ ചാനൽ ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം നമ്മളുടെ വികസനത്തിന്റെ പ്രതീക്ഷയാണ്. ആശങ്കകളുടെ എല്ലാ സായാഹ്നങ്ങളും ഇവിടെ അസ്തമിക്കുന്നു. ഇനി വികസനത്തിന്റെ പുതിയ പുലരികൾ. ആ പ്രതീക്ഷയുടെ പുലരിയിലേക്ക് നമുക്കിനി യാത്ര തുടരാം. ഈ കപ്പൽ യാത്ര ഞങ്ങളിവിടെ അവസാനിക്കും. ഒരു പുതിയ പുലരിക്കായി, ഒരു പുതിയ തുടക്കത്തിന്, ഒരു പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്.